പ്പെട്ട ഞങ്ങളാളച്ച പ്രിയോറച്ച മറ്റ് വൈദികർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഡെന്നീസ്, രമ്യ, മറ്റ് വാത്സല്യ സഹോദരങ്ങളെ, നമ്മളുടെ ഈ കൊവേന്ത പള്ളിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വളരെ സന്തോഷകരമായ ഒരു തിരുമണിക്കൂർ പോലെ ഇതിനെ മാറ്റി എടുക്കുകയാണല്ലോ. നമുക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്ന ഡെന്നീസും രമ്യയും തമ്മിലുള്ള പരിശുദ്ധമായ വിവാഹമെന്ന കൂദാശ ആശീർവദിച്ച് അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ ഒക്ടോബർ മാസം റോമിൽ വലിയൊരു സിനഡ് നടന്നത് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും. അന്ന് പരിശുദ്ധ പിതാവ് ഞങ്ങളോട്, സിനഡൽ പിതാക്കന്മാരോട് പറഞ്ഞ ഒരു കാര്യം, വിവാഹം എന്നത് ഒരു സുവിശേഷമാണ് എന്നത്രേ. സുവിശേഷം എല്ലാവരോടും നമ്മൾ പറയേണ്ട കാര്യമാണ്. എല്ലാവരോടും പറയണം. ഈശോയെക്കുറിച്ച്, സ്ലീഹന്മാരെക്കുറിച്ച്, സഭയെക്കുറിച്ച് പറയപ്പെടേണ്ടതും മറക്കപ്പെടാൻ പാടില്ലാത്തതുമായ കാര്യമാണ് സുവിശേഷം. വിവാഹം ഒരു സുവിശേഷമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ കൗതുകം തോന്നി. ഒരുപാട് പേര് കൈയടിച്ചു. കാരണം വിവാഹ എന്ന ആ കൂദാശയുടെ ഏറ്റവും പവിത്രമായ വശങ്ങളിലേക്ക് മാർപ്പാപ്പ ഒന്നുകൂടെ ലോകത്തെ കൊണ്ടുപോവുകയായിരുന്നു. സുവിശേഷം തന്നെയാണ്. ഇതിനേക്കാൾ നല്ല ഒരു സുവിശേഷം ഡെന്നിസിന്റെയും രമ്യയുടെയും വീട്ടിൽ എന്താണുള്ളത്? ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുവിശേഷത്തെക്കുറിച്ചാണ്, ഈ സംഭവത്തെക്കുറിച്ചാണ്, ഇവരെ ഒന്നാകുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ അത്തരത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മളുടെ മക്കളുടെ കല്യാണം. അത് സുവിശേഷം പോലെ നമ്മൾ കരുതണം എന്ന് പഠിപ്പിച്ചത്. ആ കൗൺസിലിൽ നടന്ന ആകർഷകമായ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, വലിയ ഉന്നത ബിരുദമുള്ള ഒരു കപ്പിൾസ്, പല ഡോക്ടർ ബിരുദങ്ങളുള്ള ആളുകളാണ്. 5 മിനിറ്റ് അവരോട് സംസാരിക്കാനായിട്ട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അവര് രണ്ടുപേരും കൂടെ കപ്പിൾസ് പ്രസംഗിക്കാനായിട്ട് പ്രസംഗപീഠത്തിൽ വന്നിരുന്നു. അവരുടെ പ്രസംഗത്തിന്റെ ഓരോ വാക്യവും മാറി മാറിയാണ് പറഞ്ഞത്. ആദ്യത്തെ വാക്യം പ്രസംഗത്തിന്റെ ചെറുക്കൻ പറഞ്ഞു, രണ്ടാമത്തേത് പെണ്ണ് പറഞ്ഞു, മൂന്നാമത്തേത് ചെറുക്കൻ പറഞ്ഞു, നാലാമത്തേത് പെണ്ണ് പറഞ്ഞു. അതിനെക്കുറിച്ചും മാർപ്പാപ്പ പിന്നീട് പറഞ്ഞു, അതാണ് ശരിക്ക് ഒന്നായി തീരുന്നവരുടെ ഒരു അടയാളം. വേണമെങ്കിൽ അവിടെ പുരുഷന് മാത്രം സംസാരിക്കാമായിരുന്നു. 5 മിനിറ്റ് സംസാരിക്കാൻ അവർ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ പുരുഷന് മനസ്സിലായി, ആ 5 മിനിറ്റിന്റെ പകുതി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഭർത്താവായി തീരുന്നത്. അതിനെക്കുറിച്ചും സഭയുടെ പിതാക്കന്മാർ, അവിടെ കൂടിയവര് പിന്നീട് പല അവസരത്തിലൊക്കെ സംസാരിക്കുകയുണ്ടായി. നമ്മൾ പലപ്പോഴും മറന്നുകളയുന്ന, വിട്ടുകളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിനും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിനെ സുവിശേഷമാക്കുന്നതിനും അതിനെ വലിയൊരു സെലിബ്രേഷൻ ആക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കണം. അതാണ് ഇന്നത്തെ ഈ കൂടിവരവിന്റെ പ്രത്യേകത. ഈ പള്ളി നിറച്ച് ആളുകളുണ്ട്, കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുതന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇവരോടുള്ള സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ ഒക്കെ അടയാളമായിട്ടുള്ളതാണ്. വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കുമ്പോൾ വരൻ വധുവിനും വരനും പരസ്പരം കൈകൾ കൊടുക്കുകയാണ്. അതിന്റെ അർത്ഥം, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ആ പകുതി 5 മിനിറ്റ് പ്രസംഗം 2.5 മിനിറ്റ് അവര് വിഭജിച്ചെടുത്തതുപോലെ, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഈ നിമിഷം മുതൽ. അത് അവർ പരസ്പരം നമ്മളുടെ മുമ്പിൽ പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതാണ് വിവാഹം. എനിക്ക് നിന്നെക്കൊണ്ട്
ആവശ്യമുണ്ട്. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചല്ലോ, നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. ഡെന്നിസിനും രമ്യയ്ക്കും പരസ്പരം പറയാവുന്നതാണ്. ഒരുപക്ഷെ ഇതിനു മുമ്പ് പല കല്യാണങ്ങളും ആലോചിച്ചു കാണും, എനിക്കറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു കീഴ്വഴക്കമാണല്ലോ, പലയിടത്ത് പോയി നമ്മൾ കാണും, അന്വേഷിക്കും, മാതാപിതാക്കള് ഉത്സാഹമെടുക്കും. എങ്കിലും ഇപ്പോൾ ഇവർക്ക് പറയാൻ സാധിക്കും, നല്ല വീഞ്ഞ്, നല്ല ഡെന്നിസിനെ, നല്ല രമ്യയെ ഇതുവരെയും പരസ്പരം ഇവർക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ച് വയ്ക്കുകയായിരുന്നു. അതാണ് കാനാ നമുക്ക് നൽകുന്ന സന്ദേശം. ആ വിവാഹത്തിലെ വധു സഭയാണ്, അവിടുത്തെ വരൻ ഈശോയാണ്. ആ വധൂവരന്മാർ തമ്മിലുള്ള ബന്ധമാണ്. വധുവായ സഭയ്ക്ക് അവരുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകരുത്. അത് നൽകേണ്ടത് വരനാണ്, ഭർത്താവാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, അവൻ പറയണം, ഞാൻ പറഞ്ഞതുകൊണ്ടും നിങ്ങളുടെ ദാരിദ്ര്യം തീരുകയില്ല. അവൻ പറഞ്ഞാൽ കാര്യം നടക്കും. അവൻ പറഞ്ഞു, ഭരണികൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി. അതാണ് നമ്മുടെ കുടുംബജീവിതം. ഒരിക്കലും നമുക്ക് വിരസത തോന്നാത്ത വിധത്തിൽ ഓരോ ദിവസവും ഭാര്യ ഭർത്താവിലും ഭർത്താവ് ഭാര്യയിലും കണ്ടെത്തുന്ന ആ സംതൃപ്തിയാണ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കൽഭരണികൾ. ഇന്ന് വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ ദിവസം കൂടിയാണ്. യോഹന്നാൻ ഈശോയുടെ ഹൃദയം വായിച്ചെടുത്ത ശിഷ്യനാണ്. ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കേണ്ടതും അതാണ്. പരസ്പരം ഹൃദയങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കണം. അങ്ങനെയാണ് ഒന്നാകേണ്ടത്. ദൈവം ദൈവത്തോട് ചേർക്കുകയാണ്. ഇവർ തമ്മിലുള്ള ചേരുവ, അതിനു മുമ്പ് ദൈവം ഇവരെ തന്നോട് ചേർക്കുകയാണ്. അത് പിന്നീട് ഇവരുടെ അനൈക്യം മൂലം മാറിപ്പോകാൻ ഇടയാകരുത്. അങ്ങനെയുള്ള സമൃദ്ധമായ ദൈവവചന ചിന്തകളുടെ നിറവിലും നടുവിലുമാണ് ഈ ആശ്രമ ദേവാലയത്തിൽ വെച്ച് വിവാഹം ആശീർവദിക്കപ്പെടുന്നത്. എത്രയോ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ട പരിപാവനമായ ഒരു വീടാണ് ഈ പൂഞ്ഞാർ ആശ്രമം. ഇവിടെ അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. ഒരാശ്രമത്തിൻ്റെ പരിശുദ്ധി, ഇവിടുത്തെ വൈദികരുടെ സാമീപ്യം, അതെല്ലാം നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബജീവിതം നിങ്ങൾക്ക് വലിയ ദൈവകൃപയുടെ അവസരമാകട്ടെ. ജോൺ പോൾ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം മാതാപിതാക്കളാകാൻ സാധിക്കുന്നു എന്നതാണ്. ഒരു കുഞ്ഞിൻ്റെ അപ്പനും അമ്മയുമാകാൻ സാധിക്കുന്നു എന്നതാണ് ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. മാർപ്പാപ്പ പറഞ്ഞതാണ്. ആ ഭാഗ്യം നോക്കി ആണ് ഇവര് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഡെന്നിസ് നല്ല സമർത്ഥനായ, കഴിവുള്ള, മിടുക്കനായ ഒരു പയ്യനാണ്. ഒരുപാട് ജോലികൾ ഓടി നടന്ന് ചെയ്യാൻ രൂപതാ കേന്ദ്രത്തിലും രൂപതയുടെ കോളേജിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നല്ല ജോലിയുണ്ട്, ആളുകളോട് നല്ലതുപോലെ ബന്ധപ്പെടാൻ അറിയാം, സാമർഥ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ രമ്യയ്ക്ക് ഭർത്താവായിട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും ഭാഗ്യമാണ്. രമ്യയും രമ്യയുടെ കുടുംബാംഗങ്ങളും തീർച്ചയായിട്ടും ഇതിൽ സന്തോഷിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെ ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ രണ്ട് മക്കളായിട്ട് എക്കാലവും ഒരുമിച്ച് ജീവിച്ച് നല്ല സന്താനങ്ങൾക്ക് ജന്മം നൽകി തിരുസഭയിൽ നല്ലൊരു കുടുംബമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്കും വാഴ്ത്തപ്പെട്ട ചാവറയച്ചനും സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്.